ഹലോ ഗൈസ്. അപ്പൊ നമ്മൾ വയനാട് ചുരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പൊ അതിൽ അത്യാവശ്യം ആദ്യം കുറച്ചൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും പിന്നീട് ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നതും അതേപോലെ തന്നെ ഭയങ്കര ഒരു മൈൻഡ് ആകെ ഡൗൺ ആവുന്ന രീതിയിൽ കുറെ ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ പേഴ്സണലി അറിയുന്ന കുറെ പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. ഞാനിപ്പോ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇതിൽ അത്യാവശ്യം നല്ല ഡിപ്രസ്ഡ് ആയിരുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ബാക്കി ഡീറ്റെയിൽ പിന്നീട് പറയാം. എന്തായാലും നമ്മളിപ്പം എൻ്റെ മൈൻഡ് ആകെ കട്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് വയനാട് വരെ ഒന്ന് കറങ്ങാൻ പോവാണ്, ഒരു സോളോ ഡ്രൈവ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫൈനലിൽ നിൽക്കുന്നത് നമ്മുടെ ചുരത്തിൽ നിന്ന് നാലാമത്തെ ഹെയർപിൻ വളവിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ കുറേ കടകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചായയും ഇച്ചിരി കാടമുട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഞാനിപ്പം നിലവിൽ കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് താമരശ്ശേരിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. താമരശ്ശേരി നമ്മൾ അവിടെ പോയി ഓഫീസിൽ പോയി നമ്മൾ സാറിനെ ഒന്ന് കണ്ടു. സാറിനെ കണ്ടിട്ട് ലീവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടിവാരം വഴി ഇപ്പം നമ്മൾ ചുരത്തിൽ കയറി. ഇപ്പം 4ാമത്തെ വളവിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു ബ്രേക്കപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒരു സോളോ ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഞാൻ ഇങ്ങനൊരു വ്ലോഗ് ഇടുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ പീസ് കട്ട് ചെയ്ത് അങ്ങനെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഒരെണ്ണം ആദ്യമായിട്ടാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം, അതാണ് എൻ്റെ എയിം. എന്തായാലും കൊള്ളാം, നല്ല ചായയും നല്ല ഇതുമാണ്. കടമട്ടയൊക്കെ കഴിച്ച് നമുക്ക് ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് പോയിട്ട് ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ട് തിരിച്ചു വരണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്കും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ട് പോകണം. ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്ന് ഒന്ന് മാറി ഒന്ന് ഓക്കെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴേലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്യാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഫുള്ള് ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സോളോ ഡ്രൈവ് പോകുന്നതാണ്. നമുക്ക് ഈ കമ്പനിക്കാരുടെ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്, അത് വേറൊരു വൈബാണ്. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്നുകൂടെ റിലാക്സ് ആവും. അപ്പം അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പം അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എന്തായാലും ഞാനതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ ഈ പുറകെ കാണുന്ന കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. അപ്പം നമ്മുടെ ചായ കുടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട്. നമുക്ക് വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയുണ്ട്. ആ എണ്ണ തീരുന്ന വരെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോവാം. ബാക്കി നമുക്ക് വഴിയിൽ കാണാം. ഇതേപോലെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തുമ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും നമ്മൾ തിരിച്ച് പോകാൻ പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പം വന്ന് അറൗണ്ട് അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ സോളോ ഡ്രൈവ് ആയതുകൊണ്ട് ഈ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് എനിക്ക് ഇപ്പം നിലവിൽ എൻ്റെ വണ്ടിയിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും വരുന്ന വഴിയിലുള്ള വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയില്ല. പിന്നെ നമ്മൾ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിർത്തുന്ന സമയത്ത് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ വീണ്ടും വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിർത്തിയത് നമ്മളിപ്പോൾ നിലവിൽ ഊട്ടി റോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതേതാ ലൊക്കേഷൻ എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു വഴിയാണ് വന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാനൊന്ന് നിർത്തിപ്പോയ, നല്ല തേയിലത്തോട്ടത്തിന് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. എന്ത് രസമാണെന്നറിയോ. ശരിക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഈ അടച്ചിട്ട റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് നമ്മുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടോ. ഇനി വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വണ്ടി റെന്റിനെടുത്തിട്ട് നേരെ ഇറങ്ങുക. എനിക്ക് കുറച്ച് ഇത് വന്ന സമയത്ത് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ബ്രേക്കപ്പ് കാര്യം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അത്യാവശ്യം നല്ല ഡിപ്രസ്ഡ് ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ ഞാൻ ലീവ് എടുത്തായിരുന്നു.
ലീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി പ്രാന്താവുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത്. ഈ വന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ള ആ ഒരു മൈൻഡല്ല ഇപ്പം എനിക്ക്. എൻ്റെ അത്യാവശ്യം നല്ലൊരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. മൈൻഡ് നല്ല റിലാക്സ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ വയനാട് ചുരമൊക്കെ കയറി ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് ഭയങ്കര ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. സീന സാധനം. മൈൻഡ് നല്ല റിലാക്സ്ഡ് ആണ്. അപ്പൊ എനിക്കത് പറയാം. ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാനിവിടെ ഇരുന്നു. എൻ്റെ വണ്ടിയും ബാഗും എല്ലാം റോഡിലിരിക്കുകയാണ്. എടുത്തില്ല, ആരെല്ലാം കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് എന്നെ ഭയങ്കര റിലാക്സ് ആക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും പച്ചപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ പകുതി പേര് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര പ്രശ്നം. എന്തായാലും നല്ല മൈൻഡ് നല്ല ഓക്കെയാണ്. സംഭവം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ഏകദേശം ഒരു 7 മാസത്തോളം ആയിട്ടൊരു റിലേഷൻഷിപ്പിലായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറുമ്പുണ്ടല്ലോ ഇവിടെ, മൊത്തം ഉറുമ്പ് കയറി. നമുക്ക് ലൊക്കേഷൻ മാറ്റാം, അത് നടക്കുള്ളൂ അമ്മച്ചി. അപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കയറിയിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്തായാലും കട്ടാവും. ഇപ്പൊ നമ്മളോട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ മറ്റൊരാളുടെ കൂടെ നമ്മൾ ആ വിഷമം കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവര് ആ ഒരു അവസരം മുതലെടുക്കുകയും അതോടുകൂടി ആ റിലേഷൻഷിപ്പ് അവസാനിക്കുകയും ചെയ്യും. ശരിക്കും ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. സംഭവം ഇതാണ്. എന്നാലും ഈ ഒരു ട്രിപ്പിന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ മൈൻഡ് നല്ല റിലാക്സ് ആയി. ഈ ആണുങ്ങൾ കരയില്ല എന്ന് പണ്ടാരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ വിഷമം വന്നു കഴിഞ്ഞാൽ കരയണം. കരഞ്ഞ് 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 അത് നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിപൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ നല്ല ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ലായിരുന്നു ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം. ഞാൻ ഇന്നലെ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ച് അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം ഒരു ഓക്കെ ആവുന്ന രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും. നമ്മൾ ആ ഒരു മൊമെന്റ് കഴിഞ്ഞ് അവർ കിടക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു റൂമിൽ ഒറ്റയ്ക്കായ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയി. നമ്മുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ അഥവാ ഇൻസ്റ്റഗ്രാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇൻസ്റ്റഗ്രാമിൽ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന എല്ലാം റിലേറ്റബിൾ സാധനങ്ങളാണ്. അതുകൂടെ കാണുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഡിപ്രസ്ഡ് ആയി. പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് പിന്നെ ഇൻസ്റ്റഗ്രാം വേണ്ട, നമുക്ക് കുറച്ച് പാട്ട് വെക്കാന്ന രീതിയിൽ കുറച്ച് പാട്ട് വെച്ച് പ്ലേലിസ്റ്റിൽ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് വന്നപ്പോഴത്തേക്ക് അതതിനപ്പുറം ചടച്ച്. അങ്ങനെ രാത്രി നല്ല സീനായിരുന്നു. അത്യാവശ്യം നല്ലോണം കരഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ലോണം കരഞ്ഞിട്ടുണ്ട്. നല്ല പട്ടി പൊങ്ങുന്ന പോലെ പൊങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യാവസ്ഥ. എന്താ പറയണ്ടേ, എന്തായാലും ഇപ്പം അടിപൊളിയാണ്. എനിക്ക് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒളിച്ചോടുകയോ അതേപോലെ തന്നെ നമ്മളെ ചിലർ ആത്മഹത്യ എന്നുള്ള വക്കിലേക്ക് പോകലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പോകണ്ട. നിങ്ങൾ ഈ റൂമിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി എടുക്കുക, ഇറങ്ങുക. കൂട്ടിന് ആരും വിളിക്കണ്ട. ഞാൻ ഈ ട്രിപ്പിന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മമ്മി ചോദിച്ചു നമുക്ക് പപ്പയും എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകണം. ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരും. അതായിരുന്നു എൻ്റെ എയിം. അതെന്തായാലും ഞാൻ ഓക്കെയാണ്. ഇപ്പം നിലവിൽ എൻ്റെ മൈൻഡ് നല്ല റിലാക്സ്ഡ് ആണ്. ഇവിടെ അത്യാവശ്യം ഈ ഒരു സീനറിയും അടിപൊളിയാണ്. ഇവിടെ ഒരു കാറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം. സീരിയസ് സാധനം. ഒത്തിരി ഇഷ്ടമായി. ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. സാധാരണ അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിൻ്റെ കൂടെയും പോവുക അല്ലാതെ ഇങ്ങനെ ഒരു ട്രിപ്പ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വന്നത്. അതെന്തായാലും വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. മൈൻഡ് നല്ല റിലാക്സ്ഡ് ആണ്. ഇത് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഈ വിഷമിച്ചിരിക്കാതെ നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെ വേണ്ട എന്ന് വെച്ച് പോകുന്നവരുടെ പുറകെ പോവാതെ നമ്മളെ വേണം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്.
അതായത് നമ്മുടെ ഫാമിലി, നമ്മൾ ഈ സൂയിസൈഡ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വളർത്തി വലുതാക്കിയ ഫാമിലീൻ്റെ കാര്യം ഓർക്കണം. ഒന്നുമില്ലല്ലോ നമ്മൾ എന്തൊരു കഷ്ടപ്പെട്ടിട്ട് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ നല്ല ഫണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം വീട്ടുകാർ നല്ല കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അത് നമ്മൾ ഇപ്പം ജോലി ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. നമ്മളൊരു ജോലിയിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം സാലറി കാര്യങ്ങൾ കിട്ടുന്നുണ്ടിട്ട് പോലും നമ്മുടെ കാര്യങ്ങളൊക്കെ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. ഫണ്ട് അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ആ സാലറി ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പം എൻ്റെ പപ്പ ഒരു ഡ്രൈവറാണ്. പപ്പയ്ക്ക് ഒരു ദിവസം ഓടുന്ന പൈസക്ക് പപ്പ വീട്ടിലേക്കുള്ള സാധനങ്ങളും ചാക്കും. അപ്പം എനിക്ക് ചേട്ടനുണ്ട്. ഞങ്ങൾക്ക് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും പോകാനുള്ള പൈസ, സ്കൂളിലെ പൈസ, എല്ലാ സാധനവും പപ്പ ചെയ്തുകൊണ്ടിരുന്നു. പപ്പയ്ക്ക് കിട്ടുന്ന ചെറിയൊരു സാധനത്തിൽ നിന്ന് ഇത്രയും കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ ഫാമിലി വരെയൊക്കെ നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന പാരൻസിനെ ആദ്യം ഹാപ്പി ആക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത തോട്ടെടുത്ത് തലയിൽ വെച്ചിട്ട് ഇപ്പം നമ്മളെ കുറെ കാലം ഒരാൾ സ്നേഹിച്ചു, അവിടുന്ന് വരുന്ന വഴി എനിക്ക് ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിലും ഞാൻ ഹെൽമെറ്റിനകത്ത് ചിലർ പറയും ഒറ്റയ്ക്ക് വർത്താനം പറയുന്ന പ്രാന്തുള്ളവരാണ്. നമ്മളെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് വർത്താനം പറയാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കി വർത്താനം പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ എന്നോട് വർത്താനം പറയുന്നത് ഡ്രൈവിങ്ങിൻ്റെ ടൈമിലാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഹെൽമെറ്റിനകത്തുനിന്ന് ഞാൻ എന്നോട് തന്നെ അങ്ങനെ ചെയ്ത ശരിയായില്ല, ഇങ്ങനെ ചെയ്ത ശരിയായില്ല, ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് ഈ തിരിച്ച് ഇൻട്രപ്റ്റ് ചെയ്യാതെ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുന്നത്, അങ്ങനെ ഒരു മൂമെന്റ് ഇല്ലേ, അത് ലൈഫിൽ അടിപൊളിയാണ്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെന്നെ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, നമ്മുടെ കസിൻസ് ആയിരിക്കും, ആരും ആയിക്കോട്ടെ. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും അവരെ നഷ്ടപ്പെടുത്തിയത് അത് വലിയൊരു നഷ്ടമായിരിക്കും. ഈ കാലത്ത് എന്താ പറയാ, നമുക്ക് എല്ലാവരും നമ്മളെപ്പോഴും എല്ലാവർക്കും നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആവണം എന്നില്ല. ചിലർ നമ്മുടെ കൂടെ വരും, അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കൂട്ടുപിടിക്കാറുണ്ട്. അവരുടെ കാര്യങ്ങൾ നടക്കാൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് ഒത്തിരി ആൾക്കാർ വരും. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർക്ക് ഫണ്ട് വേണം. ആ ഫണ്ട് വേണമെങ്കിൽ പൈസയുള്ള ആരെ കൂടെ കൂട്ടണം. ഇതാണ് സംഭവം. അപ്പം നമ്മൾ പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ഒത്തിരി യൂസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരും. അവരെ ആദ്യം തന്നെ മനസ്സിലാക്കാൻ നോക്കുക. എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയൊരു തെറ്റ് അതാണ്. എനിക്ക് കിട്ടുന്ന സാലറി എനിക്ക് വീട്ടിൽ ചിലവാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആൾക്ക് വേണ്ടി അത്യാവശ്യം നല്ല ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എനിക്കൊരു ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് കാര്യങ്ങൾ വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ ഡിപ്പെൻഡ് ആവാൻ തുടങ്ങി. അവിടെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് തകരാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വ്ലോഗ് ഇത് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ ട്രൈപോഡ് കയ്യിലെടുത്തായിരുന്നു, വേറെ ഒന്നും ഞാൻ കയ്യിലെടുത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ വണ്ടി ഓടിച്ച് വന്ന് കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചുരത്തിൽ നിന്നാണ് ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ആവുന്നത്. ഈ ചുരത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യുന്നത് സത്യമായിട്ട്. മറ്റേ എനിക്ക് എൻ്റെ ആദ്യമുള്ള വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, ഞാൻ അത്യാവശ്യം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് കാര്യങ്ങളില്ല. ഞാൻ അത്യാവശ്യം ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് ഇതാവാനില്ല, ആരും അധികം വർത്താനം പറയാൻ കാര്യങ്ങളില്ല. എനിക്കിപ്പം എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് വിളിക്കാൻ ആളില്ല. അതൊരു കാര്യമാണ്. ഞാനിപ്പോൾ സോളോ വന്നു എന്ന് പറഞ്ഞാലും അതൊരു കാര്യമാണ്. അളിയ നമുക്ക് എങ്ങോട്ടേലും പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയ പോവാം എന്ന ഭാഗത്തിന് പറയാൻ ഒരാളില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. എന്നാലും അങ്ങനെ ഒരാളില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം
ഫസ്റ്റ് ഫേസ് കാണിക്കാതെ വീഡിയോസ് ഇട്ടു. പിന്നെ കുറെ വീഡിയോസ് കഴിഞ്ഞപ്പോൾ ഫേസ് കാണിച്ചു തുടങ്ങി. സ്റ്റാർട്ടിങ് കുറച്ച് കാണിച്ചു തുടങ്ങി, പിന്നെ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങുമായിട്ട് കാണിച്ചു തുടങ്ങി, പിന്നെ ഫുൾ വീഡിയോ ഇട്ട് തുടങ്ങി. പിന്നെ കൊച്ചിയിൽ നിന്നാണ് ഫസ്റ്റ് വ്ലോഗ് എടുക്കുന്നത്. വ്ലോഗ് എടുക്കുന്ന സമയത്ത് എന്നെ നോക്കി നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഇത് ഭയങ്കര ഷൈ ആയിരുന്നു. അവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ ഇതാകുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വിജയമാണ്. ആ ഒരു ഇൻട്രോവേർട്ട് തീരെ ഇപ്പൊ ഫാമിലിനോട് പോയിട്ടുണ്ടെങ്കിലും അവരെല്ലാം പറയും, നിഖിലിന്റെ വായിന്നൊന്നും കേൾക്കൂലല്ലോ എന്ന് പറയും. അതൊന്നും ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ കാണുന്ന ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാനൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഇപ്പൊ ഈ ഒരു ട്രിപ്പ് വന്നപ്പോൾ തൊട്ട് എൻ്റെ മൈൻഡ് നല്ല ക്ലിയർ ആണ്. ഇനി ഞാൻ ആ ഒരു വിട്ടുപോയ ആളെ കുറിച്ച് ഓർത്ത് വിഷമിക്കില്ല. എനിക്കിത് നല്ല പണി തന്നിട്ടാണ് പോയത്. അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വാട്ടെവർ പോട്ടെ, എന്നാലും അടിപൊളിയായിട്ടിരിക്കട്ടെ. അത് തന്നെ എനിക്ക് അവളോട് പറയാനുള്ളത്. അവൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആള് അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. എന്നെ അവള് ബ്രേക്കപ്പ് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ യൂട്യൂബ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അതിന് അവളോടൊരു പ്രത്യേക നന്ദിയുണ്ട്. ഞാൻ ഇനിയും പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരും. എന്തായാലും ഇനി അടിപൊളിയായിട്ട് പോവും. അപ്പൊ ഇനി ബാക്കി നമുക്ക് കുറച്ചും കൂടെ കറങ്ങി നോക്കാം. ഇത്ര നേരം എന്നെ ഈ വീഡിയോ ഒക്കെ ആരെയും കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം. ഞാൻ എന്തായാലും മാക്സിമം വ്ളോഗ് കാര്യങ്ങൾ ഇനി ഉണ്ടാവും. അതുപോലെ തന്നെ സോളോ ട്രിപ്പ് കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, ഒന്നുമില്ലാത്തൊരു ഡെസ്റ്റിനേഷനിലൂടെ ഞാൻ പോകുന്നത്. അതായത് ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു പ്ലാനും ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ വീട്ടിൽ പറഞ്ഞു മൂന്നാർ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു മൂന്നാർ പോകണ്ടേ, അത് ഇടുക്കിയാണ്, അത്രയും ദൂരം നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ വയനാട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ വയനാട് പോവാമെന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് കയറി ഇപ്പം നിലവിൽ ഊട്ടി റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അറൗണ്ട് നമ്മളിപ്പം ഏകദേശം ഒരു 91 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു, താമരശ്ശേരി പോയി, താമരശ്ശേരിയിൽ നിന്ന് ഇത്രയും ദൂരം അറൗണ്ട് 91 കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തു. എന്തായാലും അടിപൊളിയാണ്. ചെറിയൊരു മഴേൻ്റെ സാധ്യതയുണ്ട്, മഴ തുള്ളി ഇടുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ആദ്യം പോവാം. അപ്പൊ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിക്കാം. അപ്പൊ ബൈ. നല്ല അടിപൊളി ക്ലൈമറ്റ്. സീന്. നമ്മളിപ്പോൾ കറന്റ് ഉള്ളത് ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ചേരമ്പാടി കുറച്ച് അങ്ങോട്ടാണ്, ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. തമിഴ്നാട്ടിലാണ്, ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മം കൊള്ളാട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. സീനായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വ്യൂ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. നമ്മളിതാ ഇപ്പൊ തമിഴ്നാട്ടിൽ കൂടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ചുറ്റും തേയിലത്തോട്ടങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്, അടിപൊളിയാണ്, കൊള്ളാം. ഈ ഒരു ആംബിയൻസും നമ്മളെ ഈ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലൊരു തണുപ്പ് കാര്യങ്ങളില്ലേ, അതിവിടെ നൈസായിട്ടുണ്ട്. നല്ല കോട വരുന്നുണ്ട്. ആ സീന് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ രണ്ടും കൂടാണ് വന്നത്. ഇതാണ് എൻ്റെ സന്തത സഹചാരി എന്നൊക്കെ പറയാം, സഹചാരി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ. ഇത് വന്നില്ല, ഭയങ്കര നഷ്ടമായി പോകാൻ. ഈ ഒരു വ്യൂവിന് വേണ്ടി ഇത്രയും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ അവൾക്കൊരു പ്രത്യേക താങ്ക്സ്. അവൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു വ്യൂ എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഈ ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പർ. എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക നിങ്ങള്, സീന്.
എൻ്റെ ലൈഫിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു സോളോ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ക്ലൈമറ്റ് കൂടെ ആദ്യമായിട്ടാണ്. ശരിക്കും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ വണ്ടി എടുക്കുക, ഇറങ്ങുക. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നേരെ വണ്ടി എടുക്കുക, ഇറങ്ങുക. ഇറങ്ങി കുറച്ച് ദൂരം ഓടിക്കുക, സെറ്റാവും. ഇപ്പം നമ്മളെ അറൗണ്ട് ഇപ്പം നമുക്ക് 16,268 കിലോമീറ്ററാണ് ഇപ്പോൾ ടോട്ടൽ ഓടിയേ അതിനകത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതിനകത്തൊന്ന് ബേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അറൗണ്ട് നമ്മളിപ്പോൾ ഒരു 125 കിലോമീറ്ററോളം പോയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്, സെറ്റാണ്, ഓക്കെയാണ്. വണ്ടി എടുക്കാൻ ഇറങ്ങുക, അത് തന്നെ എനിക്ക് പറയാം. നമ്മൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയാണ് വന്നത്, ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. എനിക്കിത് കഴിക്കാട്ടോ.